രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കും. Let us turn our Bibles to 2 Kings chapter 6 verse 8. ആമേൻ. ഇസ്രായേലിനെതിരായിട്ട് എന്നും യുദ്ധമുണ്ട്. There is always a fight against Israel. ഇവിടെ ആരാം രാജാവിന് ഇസ്രായേലിനെ ഒന്ന് പിടിച്ചടക്കണം. Here the king of Aram wanted to conquer Israel. ആമേൻ. ദൈവത്താൽ നടത്തപ്പെടുന്ന, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന, ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു കൂട്ടമാണ് ഇസ്രായേൽ. Israel is a group of people who are led by God and is experiencing and receiving all the provisions from God. അവരെ പിടിച്ചടക്കണമെങ്കിൽ പെട്ടെന്ന് വന്ന് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. To conquer these people, it is not easy to come suddenly and conquer them. അതുകൊണ്ട് ആരാം രാജാവ് ആഗ്രഹിക്കുകയാണ്, നമുക്ക് ഇസ്രായേലിനുമായിട്ട് യുദ്ധമുണ്ടാകണം, അവരെ പിടിച്ചടക്കണം. അതുകൊണ്ട് അവർക്കെതിരെ അവരെ അടുത്ത് നമുക്കൊരു പാളയം അടിക്കണം. So the king of Aram is conspiring that we want to conquer Israel. In order to do that, we need to go near to them and camp next to them. ഇന്നിന്ന സ്ഥലത്ത് പാളയം അടിക്കണമെന്ന് അവർ ആലോചിക്കുകയാണ്. And they're planning that in these places we should camp. എന്തിനാണ് പാളയം അടിക്കുന്നത്? Why they should camp? അവിടെ ഇരുന്നുകൊണ്ടാണ് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നത്. And in these camps they are going to plan strategies for their warfare. അവിടെ ഇരുന്നു കൊണ്ട് നന്നായിട്ട് വീക്ഷിക്കും, ഏത് വഴി കയറാൻ പറ്റും, എപ്പോഴൊക്കെയാണ് ഇവർ ഉറങ്ങുന്നത്, എപ്പോഴൊക്കെയാണ് ഇവർ ജാഗരൂകരായിരിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ജനം പുറത്തു വരുന്നത്, അകത്തു വരുന്നത്, എങ്ങനെ ഇതിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം, കീഴടക്കാം എന്നുള്ളത് നന്നായി ഗ്രഹിക്കാൻ നമ്മൾ പോലും അറിയാതെ, ഇസ്രായേൽ പോലും അറിയാതെ ഈ ക്യാമ്പ് ചെയ്യാൻ, ടെന്റ് അടിക്കാൻ, പാളയം അടിക്കാൻ ഇവർ ആലോചന നടത്തുകയാണ്. And from these camps they will observe Israelites, and without the knowledge of Israelites they will observe them carefully, their daily activities, when they are waking up, when they are going to bed, what they are doing, and find the loopholes to attack them. Praise the Lord. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതികളാണ്, ദൈവത്താൽ നയിക്കപ്പെടുന്നവരാണ്, ദൈവത്തിന്റെ നന്മ കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധ ജനമാണ് ഈ ശബ്ദം കേൾക്കുന്നത്. Similar to Israel, we are also the people who are led by God, who receive and experience the provisions of God. ശത്രു നാം പോലും അറിയാതെ പാളയം അടിക്കും. The enemy will encamp even without our knowledge. ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് പകലിൽ ചില പാളയത്തിനകത്ത് തീ ഇടാമെങ്കിൽ ഒരു വിടുതലായിട്ട് നിങ്ങൾക്ക് മടങ്ങി പോകാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ചാട്ട്, നാം അറിയാത്ത മേഖലകളിൽ നമ്മളെ ടാർഗറ്റ് ചെയ്ത് ശത്രു പാളയം അടിക്കും. Listen carefully. There are areas in which we are not aware that the enemy is going to camp and trying to bring strategies against us. എനിക്കൊരു അപേക്ഷയുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തികളെയും ശത്രു ചൂസ് ചെയ്യരുത്. I have a request that no one who is sitting here should not be chosen by the enemy. സഭ അനുഗ്രഹമായി മുൻപോട്ട് പോകുമ്പോൾ, കുടുംബങ്ങൾ സന്തോഷമായി മുൻപോട്ട് പോകുമ്പോൾ, എവിടെയും നല്ലൊരു അനുഗ്രഹത്തിന്റെ സാധ്യത വെളിപ്പെട്ട് വരുമ്പോൾ ശത്രു അടങ്ങിയിരിക്കത്തില്ല. അതിനെ തകർക്കാനുള്ള പദ്ധതിയുമായി അവൻ പാളയം അടിക്കാൻ വരും. When we move ahead, when we receive the blessings of God, when we have a peaceful life, the enemy will not sit silently. He will come and plan strategies to bring and destroy us. ഇന്ന് പകൽക്കാല സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ജയമെടുക്കണം. വിരോധമായി എതിരായി അദൃശ്യ മണ്ഡലത്തിൽ അടിച്ചിരിക്കുന്ന സകല ശത്രുവിന്റെ പാളയത്തിലെ അകത്തുനിന്ന് ഒരു ജയം ഇന്ന് പകൽക്കാലം ദൈവസഭ ആത്മാവിൽ ഏറ്റെടുക്കണം. Let us pray in spirit and take victory in spirit, that all the schemes of Satan in other invisible areas, in the invisible areas, will be destroyed and removed in the name of Jesus. നമുക്ക് കാണാൻ കഴിയുവാണെങ്കിൽ വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും.
If we can see it, it is visible to us, we can understand what is happening and attack it. എന്നാൽ ഈ അദൃശ്യ മണ്ഡലത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് അത് അദൃശ്യമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയത്തില്ല. And all those warfare in the spiritual realm which is invisible to us, we cannot see and understand what's happening. എന്നാൽ ആത്മാവിൽ നടക്കുന്നവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും എവിടെ ഏത് മേഖലകളിലാണ് ശത്രു ക്യാമ്പ് ചെയ്യുന്നെന്നുള്ളത്. But those who walk in spirit will be able to discern and see where the enemy is camping against us. ആമേൻ. വചനം പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തത്തോടല്ല. The word of God says that our fight is not against the flesh. നമ്മുടെ ആയുധങ്ങളും ജഡീകമല്ല. And our weapons are not of flesh. നാം പോലും അറിയാതെ ദൈവ സ്നേഹത്തെ, ദൈവ കൃപയെ, ഐക്യതയെ തകർക്കുവാൻ പാളയം അടിച്ചിട്ടിരിക്കുന്ന ശത്രുവിന്റെ മേഖലകൾ ദൈവസഭ ആത്മാവിൽ കണ്ട് ഉണർന്നേ മതിയാകത്തുള്ളൂ. The church should arise and see in spirit all those things that Satan is scheming against us in the invisible areas in our life. Praise the Lord. അവൻ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. Our inner eyes should be opened. ആമേൻ. ഈ ദിവസങ്ങളിൽ വിവേചനത്തോടെ ദൈവമക്കളായിരിക്കണം. In these days, all of us should be able to discern. ആമേൻ. വചനം പറയുന്നതുപോലെ ആത്മാക്കൾ ഏതെന്ന് വിവേചിക്കണം. We should be able to discern which spirit is this. ആമേൻ. തകർക്കുവാൻ, കലക്കുവാൻ, മുടിക്കുവാനായിട്ട് കടന്നു വരുന്ന വിഷയങ്ങളെ ആത്മാവിൽ സെൻസ് ചെയ്ത് പ്രാർത്ഥന മുറിക്കകത്ത് കയറി ഈ അടിച്ചിട്ടിരിക്കുന്ന സകല പാളയത്തെയും അതിനെ വേരോടെ പിഴുതു കളയാൻ ദൈവസഭ തയ്യാറാകണം. We should be able to sense in spirit all the schemes that are coming to destroy us, and we should be able to enter into our prayer room and take victory over all these things. ഇവിടെ ഇന്നിന്ന സ്ഥലത്ത് പാളയം അടിക്കണമെന്ന് ശത്രു ഇങ്ങനെ പദ്ധതി ഇടുക. Here the enemy is scheming that in these locations we should camp. Praise the Lord. പെന്തക്കോസ്തൽ ചർച്ചിനെ നോക്കിയിട്ട് ശത്രു ഇങ്ങനെ പദ്ധതി ഇടും. ഇന്നിന്ന വ്യക്തികളെ, ഇന്നിന്ന കുടുംബങ്ങളെ, ഇന്നിന്ന മേഖലകളിൽ നമുക്കൊരു ക്യാമ്പ് നടത്തിയാലോ. Looking at the Manchester Pentecostal Church, the enemy will scheme these persons, this is household, these is things in their life. We should put a camp on that. വിട്ടുകൊടുക്കല്ലേ കേട്ടോ. Don't leave it to the Satan. ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. Don't leave our hearts. സമയങ്ങളെ വിട്ടുകൊടുക്കരുത്. Don't leave our time. ഭവനത്തെ വിട്ടുകൊടുക്കരുത്. Don't leave our household. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിരോധം പ്രതികൂലമായി സൃഷ്ടിച്ചിരിക്കുന്ന സകല ശത്രുവിന്റെ പാളയങ്ങൾ അതിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നുവെന്ന് അത് ദോഷമായ ഭാരമായി വേദനയായി വെളിപ്പെട്ടു വരാതെ പരിശുദ്ധാത്മാവിന്റെ ജയം കൽപ്പിക്കട്ടെ. By the authority of the name of Jesus, we should declare victory over all the schemes of Satan so that it will not become a burden and pain for us in our life. We should take victory in the name of Jesus. അപ്പോൾ പദ്ധതി ഇടുന്നുണ്ട് ഇന്നിന്ന സ്ഥലത്ത് പാളയം അടിക്കണം. There are schemes that in these locations we should camp. രഹസ്യമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. And this is happening in secret. വളരെ രഹസ്യമായിട്ടാണ് ഇങ്ങനെ നമുക്കൊരു രഹസ്യ ആസൂത്രണം ചെയ്ത് ഇവനെ പിടിച്ചടക്കാൻ പദ്ധതി ഇടുന്നത്. They are conspiring in secret how to conquer Israelites. പക്ഷേ ആരാം രാജാവിന്റെ സകല രഹസ്യ നീക്കങ്ങളെ ദൈവം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. But God is destroying all the secret movement of the king of Aram. പൊളിക്കും കേട്ടോ ദൈവത്തിന്റെ ആത്മാവ്. God will destroy it. ഒരു പ്രവാചകൻ, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ആ ദേശത്തുള്ളത് കൊണ്ട് അവൻ ടാർഗറ്റ് ചെയ്ത ഒരു സ്ഥലത്തും ശത്രുവിന് പാളയമടിപ്പാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. Because there is one prophet, because there is one man of God in that place, God is not allowing the Satan to scheme against us. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ജയമെടുക്കുകയാണ്. അവൻ ശത്രു പദ്ധതി ഒരുക്കുന്ന ചിലതിനെ നോക്കി ഇന്നിന്ന മേഖലകളിൽ, ഇന്നിന്ന സ്ഥലങ്ങളിൽ അവൻ പാളയമടിക്കാൻ പദ്ധതിയിടുന്ന സകല ശത്രുവിന്റെ പ്ലാനുകളെയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ആത്മാവിൽ ശാസിക്കുകയാണ്. In the name of Jesus, all those areas of life that Satan is looking at us and planning to scheme to bring us down, let us take victory in the name of Jesus. യേശുവിന്റെ നാമത്തിൽ
ഇന്ന് പകൽക്കാൽ ദൈവസ്ഥാനത്തിനകത്ത് അദൃശ്യ മണ്ഡലത്തിൽ അവൻ തകർത്തു കളയുവാൻ, പിടിച്ചടക്കുവാൻ, അവൻ കലക്കി കളയുവാൻ പദ്ധതിയിടുന്ന സകല പ്ലാനുകളെ ഇന്ന് പകൽക്കാലം ശാസിക്കുകയാണ്. I rebuke every scheme of Satan. I rebuke every scheme of Satan in the name of Jesus that is against every part of my life. എന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറയിച്ചു. When we read verse 9, we can see that the man of God sent the word to the king of Israel, beware of passing that place because Arameans are going down there. സൂക്ഷിക്കണം കേട്ടോ, Be careful these days. സൂക്ഷിക്കണം. അവൻ ചില മുന്നറിയിപ്പുകൾ നൽകി തരുമ്പോൾ സൂക്ഷിക്കണം. When there are warnings, be careful. അവൻ ശത്രുവിന്റെ ചില അടയാളങ്ങൾ കാണുമ്പോൾ ദൈവമക്കൾ സൂക്ഷിക്കണം. When there are certain signs from the enemy that we see, we should be very careful. അവൻ ചില കാര്യങ്ങൾ പൊങ്ങി വരുമ്പോൾ അകത്തളത് ഉറപ്പിച്ചോളും, ഇത് പാളയം അടിക്കാൻ വരുന്ന വരവാണ്, അതിനെ ആത്മാവിൽ ജയമെടുക്കണം. അമിസ്വത സഭ ദൈവത്തിൻ്റെതാണ്, ദൈവജനം ദൈവത്തിൻ്റെതാണ്, കുടുംബങ്ങൾ ദൈവത്തിൻ്റെതാണ്. അമിസ്വതുകൊണ്ട് പ്രാർത്ഥനയോടെ നിൽക്കാമെങ്കിൽ ഒരു പാളയവും ആമെ അടിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. When we see certain things popping up in our life, we should understand Satan is scheming and trying to come and encamp in certain areas of our life. When we see that, we should pray and rebuke and take victory over that, and have faith that God will not allow Satan to encamp in any areas of our life. Praise the Lord. Hallelujah. വചനം പറയുന്നു, ഒരു സൈന്യം പാളയം ഇറങ്ങിയാലും അവ എന്നോട് അടുത്തു വരികയില്ല. The word of God says that even when an army encampeth against me, it will not come near me. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, അവൻ പാളയം അടിക്കാനായിട്ട് ആര് വരും? ഇത് എന്നും ഇന്നും ശത്രുവിന്റെ ഒരു പ്ലാനാണ്. പക്ഷെങ്കിൽ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ അതിനനുസരിച്ച് ചുവട് വെക്കുമ്പോൾ ഇവന്റെ പദ്ധതിയെ കർത്താവ് എന്ത് ചെയ്യും? ദൈവം അതുകൊണ്ട് പറഞ്ഞ ആത്മാവിൽ നടക്കുന്നവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. Listen carefully. Always Satan is planning to encamp, come with his army and encamp in certain areas of our life. But those who are walking in spirit will see that and take appropriate steps. Then God will not allow Satan to encamp and destroy us. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന സ്ഥലത്ത് പാളയം. അപ്പൊ നമ്മളിപ്പം ഇത്രയും പേര് ഇരിപ്പുണ്ട്, വരാത്തവർ സൂമിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത്ര ഇങ്ങനെ നോക്കും, ആരെയാണ് ഈ മാസം പിടിക്കാൻ പറ്റിയ പാർട്ടി? പിന്നെ എല്ലാരും നോക്കും, ഞാൻ എല്ലാരും നോക്കിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. The enemy is like looking and observing carefully who is the right person that I can catch today. അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നത്. And there is someone who is backsliding. He's not that interested. Not much prayer. Having a terrible time. So he decides camp A should be here. അത് അടുപ്പിച്ച് കഴിയുമ്പോഴത്തെ അടുത്ത ആളെ തരും. ഇന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? കാരണം ഒരാളെ പിടിച്ചാൽ പറ്റത്തില്ലല്ലോ, ഒരു 3-4 പേര് ശക്തമായിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം പൊളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ABC എന്നും പറഞ്ഞ് പാളയം അടിക്കാനായിട്ട് വരുന്നുണ്ട്. ദൈവമക്കൾ സൂക്ഷിച്ചോണം. ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആത്മാവിൽ ജയമെടുത്താൽ സഭ മുൻപോട്ട് പോകും. So enemy won't stop by camp A. He's gonna put more camps A, B, C. He will look at more people. He will catch 4-5 people. So enemy is scheming. Understand that. Be careful. And unless we take victory over this, we will not go forward. Praise the Lord. Hallelujah. വ്യക്തിപരമായ ജീവിതത്തിന്റെ നേരെയും ഈ പാളയം അടിക്കും. Even against our personal life, enemy will put his camp. ആത്മീയ ജീവിതത്തിന്റെ നേരെ ഈ പാളയമുണ്ട്. Against our spiritual life also there is a camp. നിന്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ പാളയം പിശാച് അടിക്കും. Enemy will
put his camp against our family life as well. നിന്റെ മനസ്സിനെ പിടിച്ചടക്കാൻ ശത്രു പാളയമടിക്കും. He will try to capture your mind as well. കാരണം നീ ഒരു വാഗ്ദത്ത സന്തതിയാണ്, ദൈവത്തിന്റെ കൃപയുള്ളവനാണ്, ദൈവത്തെ നടത്തിപ്പുള്ളവനാണ്. അതിനെ പൊളിക്കാനുള്ള സകല പദ്ധതിയുമായി പിശാച് എഴുന്നേൽക്കുമെന്നുള്ളത് ദൈവസഭ തിരിച്ചറിയണം. You are a child of God. You are a promised child, and God has plans in your life. Because of that, remember, Satan will try to scheme and destroy you. Praise the Lord. Hallelujah. അപ്പം ഹല്ലേലൂയ, ഓരോരുത്തരെ പിടിച്ചിട്ട് അവൻ പറയും, ആമേൻ സഹോദരൻ, ഒരു കാര്യം ചെയ്യ്, ഈ പ്ലാൻ എ അല്ലെങ്കിൽ എന്തോ പ്ലാൻ അല്ലല്ലോ, ക്യാമ്പ് എക്കകത്ത് നമുക്ക് ഇരുന്നുകൊണ്ട് സംശയത്തിന്റെ സംഗതികൾ അങ്ങോട്ട് എന്ത് ചെയ്യാം, ഇട്ടു കൊടുക്കാം. So Satan is like, I got one, I'm camping, putting a camp A, and through camp A, we are going to bring in more doubts and suspicions and paranoid ideas. അപ്പൊ ഈ ക്യാമ്പ് എക്കകത്ത് എന്തോ വർക്ക് ചെയ്യുന്നത്? So what is working in camp A? എല്ലാം സംശയം. Everything is എല്ലാരും സംശയം. suspicious. They doubt everyone. Praise the Lord. Praise the Lord. ഇതെങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹല്ലേലൂയ പലരെയും ആ പരുവത്തിലുള്ളവരെ എന്ത് ചെയ്യും, കിട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവര് പെട്ടെന്നൊരു ടീമായിട്ട് എന്ത് ചെയ്യും, സംശയത്തിന്റെ ടീം എ. So when this start working, they will capture more people, and then there will be a team, a group of people who are suspicious about almost everything. പെട്ടെന്ന് സംഭവിച്ചതല്ല. This has not happened all of a sudden. പാളയം അടിച്ചതിന്റെ ആ മിശ്രം അലയൊലികളാണ് അല്പസമയം കഴിയുമ്പോൾ പതുക്കെ സ്പ്രെഡ് ആയിട്ട് അങ്ങോട്ട് കയറി വരുന്നത്. These are the consequences. These are the waves coming from the camp in a gradual way. അപ്പോൾ ഈ പാളയം ഏക്കോട് എന്താ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എല്ലാവരും. What happens in camp A? സംശയം. നിങ്ങൾ അതിന് സമയം നോക്കണം ഇനി കുറച്ച് നേരത്തേക്ക്. എനിക്കിത് ഒരു 3-4 ABCD പറഞ്ഞാൽ എനിക്കൊരു സ്വസ്ഥത വരത്തുള്ളൂ. ശ്രദ്ധിച്ച്. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെങ്കിൽ ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരു പാളയം ഇവിടെ കിടപ്പുണ്ടെന്നുള്ളത്. No one is aware that there is a camp like this, and this is doing some work in the background. കാണുമ്പോൾ സ്വത്രമുണ്ട്, പ്രൈസ് ലോർഡ് ഉണ്ട്, ശുശ്രൂഷയുണ്ട്, ആരാധനയുണ്ട്, അഭിഷേകമുണ്ട്. എന്തോ ചിരിയാന്നറിയാവോ സ്തോത്രം. പക്ഷെങ്കിൽ സംശയത്തിന്റെ സംഭവമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. When we see each other, we can see that they are joyful, they are saying praise the Lord, they are worshiping, they are happy, everything is there, but in the background they are suspicious. പിശാചിന് നമ്മുടെ വീക്ക്നെസ് അറിയാം കേട്ടോ. Satan knows our weakness. ഏത് പിടിച്ചാ വീഴുമെന്നറിയാം. He knows what he should catch hold of so that we will fall. എല്ലാവരെയും സംശയിപ്പിക്കാൻ പറ്റത്തില്ല. He cannot make everyone feel suspicious. എല്ലാവരുടെ ഹൃദയത്തെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. He cannot capture everyone's heart. എന്തു പറഞ്ഞാലും സംശയിക്കുവന്ന ഒരു തലമുണ്ടെങ്കിൽ അവൻ നിന്റെ പുറകെ നടന്ന് നിന്നെ കൂടെ സംശയിപ്പിക്കും. If you have a weakness in that direction of suspiciousness, then Satan will come behind you so that you will also fall into the trap of suspiciousness. അവള് ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ കൂടെ എന്ത് ചെയ്യും? ശരിയാ കേട്ടോ. Even the things which we have not thought of, he will keep telling and make it believe. ഒരു കുഴപ്പമില്ല കിടന്നതാ, ഒരു പ്രശ്നമില്ലായിരുന്നു, സന്തോഷത്തോട് പോയതാ. വെറുതെ ഈ പാളയം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കത്തില്ല. ആ ടാർഗറ്റ് തീർക്കണം വരെ ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. Everything was fine, everything was normal, but the moment Satan puts a camp, from that moment onwards he will try make multiple attempts until we fall into the trap and get destroyed. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പിന്നെ മനസ്സിലൊക്കെ ആകുന്നുണ്ട്. ഞാൻ ഒരു പാളയത്തിന്റെ പേര് പറഞ്ഞു, ഒരു 2 വേണം നിങ്ങളൂടെ പറ. I told one camp, I asked all of you to say another 2. ഒരു 2 പേരോടെ പറ പെട്ടെന്ന് പറ. നിരാശ, sadness, അസൂയ, envy, സഹോദരന്മാര്, നിഗളഭാവം, രോഗം, disease, boasting, പറഞ്ഞോന്ന്, പിണക്കം, ഇത്രയുള്ളന്ന് മതിയെന്നല്ലേ സ്തോത്രം. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ആശ നിങ്ങൾ മനസ്സിലായി വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
ഇവിടെ ശ്രദ്ധിച്ചാട്ട് തന്റെ ജനത്തിനെതിരെ ഇന്ത്യൻ സ്ഥലത്ത് പാളയം അടിക്കണമെന്ന് എവിടെയോ ഇരുന്ന് ചിന്തിച്ചതേ ഉള്ളൂ. അതിവേഗത്തിൽ ദൈവത്തിന്റെ ആത്മാ ദൂത് കൊടുത്തു, സൂക്ഷിച്ചോ, ആ വഴി പോകരുത്, അവിടെ പാളയം അടിക്കാൻ അവന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ദൈവം ഒഴിവാക്കി വിടുകയാണ്. Far away the enemy has camped and he is conspiring that in these places we will scheme this, we will trap them. And because a man of God is there, God is telling them, God is warning us that there is a trap, don't go that way. പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുള്ള സന്തോഷത്തോടെ പോകുന്ന നമ്മുടെ മേൽ അവന്റെ അവകാശം സ്ഥാപിക്കുക എന്നുള്ളത് അവൻ കൊതിക്കുന്ന ഒരു കാര്യമാണ്. There is one thing that Satan desires, Satan is longing for, is that the children of God who are praying, who are worshiping God, who are happy, he want to have a claim, a foothold in our life. Praise the Lord. 1 ശമൂവേൽ 10-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചു. 1 ശമൂവേൽ 10:5. പെട്ടെന്ന് 1 Samuel 10:5. ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരി, ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് ഹിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പർവ്വതം. പക്ഷെ ഇപ്പോൾ അവിടെ ആരാ? ശത്രുവിന്റെ സൈന്യമാണ് ഇപ്പൊ എവിടെ പറഞ്ഞത്? ദൈവത്തിന്റെ പർവ്വതം ഹിൽ ഓഫ് ഗോഡിൽ ഇപ്പൊ ആരാ വാസം ചെയ്യുന്നേ? പക്ഷെ താഴെ ഉണ്ട് പ്രവാചകന്മാരുണ്ട്, പ്രവാചക ഗണമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പർവ്വതത്തിൽ ഇപ്പൊ ആരാ അവകാശം പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഉപയോഗിക്കപ്പെടേണ്ട പലതിന്റെ മേൽ അവകാശം പറഞ്ഞ് ശത്രു പോരാടുന്നുണ്ട്. At the hill of God, who is camping now? It is the Philistines' outpost now. Just like that, we who are supposed to be fruitful for the kingdom of God, be productive for the kingdom of God, in our life also, the enemy's outpost is being camped. ദൈവത്തിന്റെ പർവ്വതം ഇപ്പോൾ ശത്രുവിന്റെ കൺട്രോളിലാണ്. The hill of God is under the control of enemy right now. അധികാരത്തിൽ പ്രവാചകന്മാരുണ്ട്, പ്രവാചക ഗണമുണ്ടെങ്കിലും ദൈവത്തിന്റെ പർവ്വതം യാഗം കഴിക്കുന്ന ദൈവത്തിന്റെ പർവ്വതം ഇപ്പോൾ ആരുടെ കൺട്രോളിലാ? അവിടുത്തെ ശത്രുവിന്റെ കരത്തിലാണ്. Although there are prophets, there are people who worship God in the valley, but the hill, the mountain where the sacrifice for God, the worship of God should be revealed, is under the control of enemy. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കർത്താവിന്റെ വകയായ പലതും, പേര് ദൈവവൈതലാണെങ്കിലും പേര് ദൈവ മകനാണെങ്കിലും എവിടെയൊക്കെയോ ഇന്നും ശത്രു അവിടെ വാഴുകയാണ്, അവകാശം പറയുകയാണ്. Although we are born again, we have salvation, we have received the salvation, we have that presence of God in our life and we are worshiping God, but still in certain areas of our life enemy has put an outpost. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ശത്രു പാളയം അടിച്ചിട്ടിരിക്കുന്ന സകല മേഖലകളിൽ നിന്ന് ഒരു വിടുതലോടെ ഇന്ന് പകലിൽ മടങ്ങാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. Holy Spirit is desiring, Holy Spirit is encouraging you to pray and take victory over all the outposts that enemy has put on our life. പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് ഞാൻ അറിയാതെ എന്നെ തകർക്കാൻ, എന്നെ ഒതുക്കാൻ ദുഷ്ടനിട്ടിരിക്കുന്ന പാളയങ്ങൾ എവിടെയെല്ലാം ഉണ്ടെന്നുള്ളത് നീ ആത്മാവിൽ കാണാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന ആരംഭിക്കുക. Let us start praying today that Holy Spirit will reveal to us in what all areas in our life that enemy has put an outpost, so that we can pray and take victory over it. Praise the Lord. വേഗം പറഞ്ഞു പോകട്ടെ. അവിടെ വായിക്കാൻ 6-ാം അധ്യായത്തിലോട്ട് വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിന്റെ തുടർമാനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 10-ാമത്തെ വാക്യം വായിച്ചു, 6:10. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇസ്രായേലിനെ രക്ഷിക്കാൻ കാരണം ഇവൻ പാളയം അടിക്കുന്നതിന് മുൻപ് പാളയം അടിക്കാൻ വരുന്നത് ആത്മാവിൽ കണ്ടതാണ് ആ വിടുതലിന് കാരണം. It is not just once, it is not just once or twice, time and time again. When the king of Aram planned and schemed against them, the God revealed to them where it is and warned them and helped them escape. Praise the Lord.
ഇപ്പൊ Hallelujah. അവർക്കൊരു സംശയം, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകാരുണ്ടോ? So the king of Aram is doubting that who's among us a spy from Israel. ആ വിശ്വാസം ചില സമയത്ത് അങ്ങനെ തോന്നും കേട്ടോ. Sometimes we feel that. എന്ത് തോന്നും? അവർ ഒരു പരിപാടി അങ്ങോട്ട് ഏക്കുന്നില്ല, നടക്കുന്നില്ല. അപ്പോൾ ഒരു സംശയം തോന്നാം, എന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടോ? പകുതി ഉറക്കത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടോ? Praise the Lord. ശ്രദ്ധിച്ചാട്ടെ, ആ മിസ്റ്റർ ഞാൻ വലിയ ദൂതമൊക്കെ പിടിച്ചോടി ഇവിടെ വരികയാ. സ്വത്രം എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എനിക്കറിയത്തില്ല, സമയം മുൻപോട്ട് പോകുകയാ. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ വേഗത്തിൽ ഷോർട്ടായിട്ട് പറഞ്ഞു പോകാം. സ്തോത്രം. ദൈവത്തിന്റെ നീതിയാണ് ശത്രുവിന്റെ പാളയത്തിൽ തന്നെ സംശയിപ്പിക്കും. It is God's righteousness that he brings that suspiciousness within the camp of enemy. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശക്തരായ ഈ സഭയ്ക്കകത്തുണ്ട്. There are powerful prayer warriors in this church. അതുകൊണ്ടാണ് ദൈവസഭ ഇന്ന് വരെ നിലനിൽക്കുന്നത്. That is the reason the church is able to ഇത് stand പൊളിക്കാൻ firmly. തകർക്കാൻ സർവശക്തിയോടുകൂടി എതിർത്ത എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. There are many instances where Satan has schemed to destroy this church. ഇന്ന് നോക്കുമ്പോൾ സഭയുണ്ട്, ആൾക്കാരുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. എന്നാൽ ഒന്നുമില്ലായ്മയെന്ന് ആരംഭിച്ച ഒരു 20 വർഷത്തിന്റെ ചരിത്രം ഈ ദൈവസഭയ്ക്കകത്തുണ്ട്. When we look now, we have the sound system, we have many people, but without any of these, we have a history when we started this church 20 years ago. ഒരുപാട് വെല്ലുവിളികൾ, അനേക കണ്ണുനീരുകൾ, പ്രാർത്ഥനകൾ, അനേക ദൈവദാസന്മാർ ഇടപെടുന്നതിന്റെ ഫലമാണ് ഇന്ന് ഈ നിലയിൽ സഭയായിരിക്കുന്നത്. There are a lot of challenges that the church faced. There are a lot of prayers behind it. There are a lot of anointed men of God who prayed and blessed this church. Their hard work is behind this church. നമുക്ക് വരുന്നവർക്ക് അത്രയും അതിന്റെ വേദന മനസ്സിലാക്കണമെന്നില്ല. The newcomers, all those people who are sitting here may not experience the pain that they have gone through. ഞാൻ 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ആയിട്ട്. I am here only for the last 2 years. ഞാൻ വന്നതുകൊണ്ടല്ല സഭയാകുന്നത്. This church has not become a church because I came. വില കൊടുത്ത ഒരുപാട് ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് സഭയായി കൊണ്ടിരിക്കുന്നത്. The church has become a church because of there are a lot of people who have paid a price with their suffering and the tears. കലക്കാൻ എളുപ്പമാണ്, പൊളിക്കാൻ എളുപ്പമാണ്, തകർക്കാൻ എളുപ്പമാണ്. എന്നാൽ വില കൊടുത്തൊരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ദൈവസഭ കർത്താവിന്റെ ചോരയാൽ സമ്പാദിച്ച സഭയാണ്. പ്രാർത്ഥിക്കുന്ന, കരയുന്ന, പരമാർത്ഥതയോടെ സേവിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ശത്രുവിന്റെ പാളയത്തെ കർത്താവ് ശാസിക്കും. അതിനെ പൊളിച്ചു കളയുവാൻ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരും. It is easy to bring divisions, it is easy to destroy, but remember this, the church is bought by the blood of Jesus. The church is bought by a price, and even if there is one single person anointed, ready to listen to God, if that person is there, God will not allow the church to be destroyed. Praise the Lord. ഒരു സഭയെ ശക്തമായി പ്രാർത്ഥിക്കുക. Let us pray earnestly. ചില ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. God is going to reveal many things to you. പലരുടെ മേലും ദൈവം വെളിപ്പാടുകൾ പകരുന്നുണ്ട്. God is bringing spirit of revelation in many of us. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് ഒരു ദർശനം പങ്കുവെച്ചു. The other day a brother called me and shared a vision. അത് സഭയിൽ പറയാനുള്ള ദർശനമല്ല. It is not something that needs to be told now. പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. I have to pray about it personally. ചലനങ്ങൾ, നീക്കങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി ദൈവാത്മാവ് വെളിപ്പെടുത്തി. Certain movements, certain schemes of Satan has been revealed very clearly. തിരുവെടുത്ത് ഞാൻ ധ്യാനിച്ച അതിനുശേഷമാണ് ഈ വെളിപ്പാട് ഒരാളെന്നെ വിളിച്ചു പറയുന്നത്. After I meditate on this portion, the brother is calling me and sharing this vision. കാര്യം മനസ്സിലായി. പാളയം അടിക്കാൻ ശത്രുവിനെ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. അവസരം നോക്കി, സ്ഥലം നോക്കി, കുടുംബം നോക്കി, ഭവനം നോക്കി ശത്രു കറങ്ങുന്നുണ്ട്. ദൈവസഭ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ഇത് ദൈവത്തിന്റെ സഭയാണ്, ഇത് ദൈവത്തിന്റെ സഭയാണ്, ഇത് രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാണ്. ഇതിനെ തകർക്കാൻ ശത്രുവിന് കഴിയത്തില്ല. The enemy is prowling around. The enemy is prowling around looking for opportunities to bring us down. Listen carefully. We should pray in spirit and take victory over this. This is the church of God, brought by a price. It cannot be destroyed by any of the schemes. Let us pray and take victory.
ആമേൻ. ഒരു കുടുംബത്തെ പോലും ശത്രു തൊടുവാൻ അവകാശമില്ല. Not even a single family can be claimed by the enemy. ഇതിനകത്ത് കടന്നു വന്നവർ അവർ വളരാനാണ്, അവർ കൃപ അനുഭവിപ്പാനാണ്, അവർ ശുശ്രൂഷയിൽ വർദ്ധിക്കാനാണ്, തകരാനല്ല ദൈവം ഇതിനകത്ത് അയച്ചത്. God has brought you here so that you will grow, you will excel in the ministry, not to be destroyed. Praise the Lord. ആ ബോധ്യം എത്ര പേർക്കുണ്ട്? എന്നെ ദൈവസഭയ്ക്കകത്ത് അയച്ചത് അവൻ വളരാനാണ്, കൃപ പ്രാപിക്കാനാണെന്ന് ബോധ്യമുള്ളവർ മാത്രം കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. Praise the Lord. അത് നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞു വേണം ദൈവസഭയ്ക്കകത്ത് നിൽക്കാൻ. Let us understand this in spirit, that God has brought us for a purpose, to make us grow and excel in ministry. We should have this understanding and stand in spirit. ജോഷുവ ഇത് ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ പറയാം. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. Book of Joshua chapter 10 verse 5. 5 രാജാക്കന്മാരുണ്ട്. 9-ാമത്തെ വാക്യം വായിച്ചു. ശ്രദ്ധിച്ചേ, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ വായിപ്പിക്കുക. 5-ാം അധ്യായം മുതൽ 5 രാജാക്കന്മാർ ഒരുമിച്ച് ഗിബിയോനിൽക്കരുത് പാളയമിറങ്ങി അവരെ തകർച്ചു കളയാനായിട്ട്. 5 kings came together and camped against Gideon to destroy him. പക്ഷെങ്കിൽ ഇത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. But the spirit of Lord revealed his പാളയം അടിച്ചിട്ടുണ്ടെന്നൊരു അറിവ് കിട്ടിയപ്പോൾ നമ്മൾ വായിച്ചത് രാത്രി മുഴുവൻ നടന്ന പെട്ടെന്ന് അവരെ എതിർത്തു. And the moment they got the news that there's the enemy who has encamped, we can see that suddenly, all through the night, suddenly they went against it. എന്ന് പറഞ്ഞ എല്ലാവരും പെട്ടെന്ന് അവരെ എതിർത്തു. Suddenly. ആ വാക്ക് എല്ലാവരും ഒന്ന് പറയണേ. അവൻ പാളയം അടിച്ചിട്ടുണ്ടെന്ന് അറിവ് കിട്ടിയാൽ എന്നാ പിന്നെ റെസ്റ്റ് എടുക്കാൻ ഇരിക്കരുത്, സാരമില്ല, ഇത് എനിക്ക് ബാധിക്കുന്ന വിഷയമല്ല, ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. നിന്റെ ദൈവകൃപയെ, നിന്റെ കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷത്തെ, നിന്റെ ആത്മീയ മണ്ഡലത്തെ തകർക്കുന്ന സൂചനകൾ നീ തിരിച്ചറിയുമ്പോൾ ഓർത്തോണം, നിന്നെ ടാർഗറ്റ് ചെയ്ത് പാളയമടിച്ചിട്ടുണ്ട്. നീ ചടകൊടഞ്ഞെഴുന്നേറ്റ് ആത്മാവിൽ പോരാടി അതിനെ ശാസിപ്പാൻ ജയിപ്പാൻ ദൈവസഭ തയ്യാറാകണം. The moment we get the news that there is a camp against us, there is a scheme against us, the moment we get the signs of it, we should not delay, we should not take a back seat, we should not show that laid back attitude, we should not think that someone else will pray for me, the church will pray for me. We should immediately, without a delay, immediately get up and opposite and take victory over it. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ചിലത് ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നീ അമാന്തിക്കരുത്. നീ പ്രാർത്ഥിച്ച് ക്രമീകരിക്കുന്നത് ക്രമീകരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ അത് നിനക്കൊരു ജയമാണ്, അത് നിനക്കൊരു അനുഗ്രഹമായി മാറും. The Spirit of God is revealing to you today that when God is showing some warning, when God is revealing some warning, you have to get up. You have to get up and confess and reconcile with God so that you will be able to take victory over it. പാളയം കണ്ട് പേടിക്കരുത്. You should not be afraid seeing the camps. You should not be sad that enemy has encamped. God is faithful to bring his spirit into that camp. Just like Gideon and his army has been sent into the camp of enemy, God is ready to send his spirit into the camps that is in our life. There's only one thing we need to do. We need a torch. If we have the fire in our hand, if we have the trumpet in our hand, the Spirit of Lord is desiring to send army towards the camp of Satan. Praise the Lord. എലീശയുടെ സമയത്ത് ക്യാമ്പ് അടിക്കാൻ സമ്മതിച്ചില്ല. അതിനു മുൻപ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. At the time of Elisha, even before they camped, God revealed them.
എന്നാൽ യോശുവയുടെ സമയത്ത് അത് തിരിച്ചറിയാനുള്ള കൃപ കിട്ടിയില്ല. പക്ഷെ അടിച്ച ശേഷം ദൈവാത്മാവ് വെളിപ്പെടുത്തി പെട്ടെന്ന് അതിനെതിരെ രാത്രിക്ക് രാത്രി അതിനെതിരെ ഓടുകയാണ്. At the time of Joshua, they were not able to realize that they are going to camp at this place. But when they camped, Spirit of God told them immediately go up against them. വാഴ്ചകൾ, അധികാരികൾ, ഈ ലോകത്തിന്റെ അധിപതികൾ, ദുഷ്ടാത്മ സേനകൾ നാം അറിയാതെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, പാളയം അടിക്കുന്നുണ്ടെന്ന് ദൈവസഭ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. The church of God should realize today that there are principalities of world that is working against us and trying to camp in our life. ആമേൻ. സ്തോത്രം. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ. Let's rise up in our feet. സമയം വളരെ നമ്മളെ വിട്ടു മുൻപോട്ട് പോകുകയാണല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ അറിയാത്ത ഏതെങ്കിലും ശത്രുവിന്റെ തന്ത്രങ്ങൾ പാളയം അടിച്ച് ദൈവസഭയെ, കുടുംബങ്ങളെ, വ്യക്തിപരമായി ജീവിതത്തെ തകർക്കാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവിടേക്ക് ആത്മാവിൽ യോശുവ പെട്ടെന്ന് എതിർത്തതുപോലെ അടുത്ത വേദന, അടുത്തതായ ഒരു പ്രതിസന്ധി വരുന്നതിന് മുൻപ് ആ പാളയത്തെ ചുട്ടുകളയാൻ അവൻ ഇറങ്ങിച്ചതുപോലെ ഗിദെയോനും കൂട്ടരും അവൻ കാഹളത്തോടും കത്തിച്ച തീയുമായി പാളയത്തിൽ ഇറങ്ങിയതുപോലെ ഇന്ന് പകൽക്കാലം ഇറങ്ങിച്ചല്ലോ. Hallelujah. ഹറാമനാദിയാദന അന്തരവൈശപ്രവനഘടകധി ഉടയജാലഘടകസിയാദന അന്തപ്രവനജാലഘടകധിയാദന എല്ലാ ശത്രുവിന്റെ പാളയങ്ങൾ, കുടുംബങ്ങൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ അവൻ അടിച്ചിട്ടിരിക്കുന്ന സകല പാളയങ്ങളെ ഞങ്ങൾ ശാസിക്കുകയാണ്. We rebuke every camps of Satan in our life. We rebuke it in the name of Jesus. Let us suddenly get up. Let us suddenly get up and oppose it. All the camps should be destroyed in the name of Jesus. ദുഷ്ടന്റെ ആലോചനകൾ, ശത്രുവിന്റെ പദ്ധതികൾ, കുടുംബങ്ങളെ, ദൈവസഭയെ, ആത്മമണ്ഡലങ്ങളെ തകർക്കുന്ന എല്ലാ പോരുകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭ ആത്മാവിൽ ശാസിക്കുകയാണ്. The name of Jesus we rebuke. The name of Jesus we rebuke every hindrance, every camp that's trying to destroy the kingdom, that's trying to destroy the church. Hallelujah. ഉദാമനാദന അന്തപ്രവനഘടകധി അന്തരാധകൾക്കരാധിയ അടയജാലഘടകച്ചസി അർത്ഥനാദികൾക്കവേധി അന്തപ്രവനഘടകധി ഉടയജാലഘടകച്ചരാധന അന്തരാരകക്കവാനിയാദന അടയജാലഘടകരേദിയാദന. ആ പോരുകളെല്ലാം ഇന്ന് പകൽ അഴിയട്ട്. ശത്രുവിന്റെ സകല പ്ലാനുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ട്. ദൈവസഭയെ രക്തത്തിൽ മറയ്ക്കുകയാണ്. കുടുംബങ്ങളെ ആത്മാവിൽ മുദ്രയിടുകയാണ്. ഓരോ തലമുറകളെ ക്രിസ്തുവിൽ മറയ്ക്കുകയാണ്. സകലത് പൊളിഞ്ഞിട്ട് സകല ശത്രുവിന്റെ പാളയങ്ങൾ കുടുംബങ്ങൾക്കെതിരെ പാളയമടിച്ചിട്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തെ പൊളിഞ്ഞു മാറട്ടെ. Hallelujah. Praise the Lord. ശത്രുവിന്റെ ഒരു ആയുധമായി കുഞ്ഞേ നീ മാറരുത്. We should not become a weapon of enemy. ശത്രു പാളയം അടിക്കാൻ നിന്റെ നാവിനെ, നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ, നിന്റെ ഭവനത്തെ ഉപയോഗിക്കരുത്. Enemy should not use our tongue, our heart, our household, or our family. Enemy should not use it to encamp. Praise the Lord. നാം വില കൊടുക്കേണ്ടതായിട്ട് വരും. We will have to pay a price. Hallelujah. നമുക്ക് ഈ പകൽക്കാലം പ്രാർത്ഥിക്കാം. ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വത്രാശികൾ അർപ്പിച്ച് സന്തോഷത്തോടെ നമുക്ക് മടങ്ങി പോകുവാൻ കർത്താവ് സഹായം.